നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഹിക്കാനല്ലാതെ നമുക്ക് എന്തിനു കഴിയും? എന്റെ ജീവിതത്തിൽ എന്തു വന്നാലും ഞാൻ സഹിക്കും. പക്ഷേ ഇതെനിക്ക് കഴിയില്ല. ശ്രീകുട്ടിക്ക് കാലുകളില്ലെങ്കിൽ പോലും സഞ്ജു അവളെ സ്വീകരിക്കും. അതിനുള്ള മനസ്സ് അവനുണ്ട്. സഞ്ജു അതിന് തയ്യാറാവുമെന്ന് എനിക്കറിയാം. പക്ഷേ സ്വാതി സഞ്ജുവിന്റെ ആഗ്രഹത്തിന് വഴങ്ങി കൊടുക്കില്ല. അവന്റെ ജീവിതം ഇല്ലാതാക്കാൻ അവൾ തയ്യാറാവില്ല. അക്കളെ, ഈ കുടുംബത്തിനൊരു അനന്തരാവകാശി വേണമെന്ന് സ്വാതിക്കറിയാം. അതിനുവേണ്ടി കവിതപ്പച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. സഞ്ജുവിന്റെ കൂടെ ജീവിക്കാൻ ഇനി മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ പോലും സ്വാതി അതിന് തയ്യാറാവില്ല. കുറ്റബോധമാവും അവൾക്കുണ്ടാവാൻ പോകുന്നത്. സഞ്ജു അമ്മുവിന്റെ കഴുത്തിൽ താലികെട്ടി വിവരം ഇപ്പോഴും പ്രബേട്ടൻ പുറത്തുവിടാതെ മൂടി വെച്ചിട്ട് സഞ്ജു അമ്മുവിനെ സ്വീകരിക്കാനാ പറഞ്ഞത്. അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. അതിപ്പോഴല്ലേ പറയേണ്ടത്? അത് പറഞ്ഞ കുടുംബത്തിൽ തകർച്ച സംഭവിക്കുമെന്ന് പ്രഭേയങ്ങൾ അറിയാം. ഈ കുടുംബത്തിന് നല്ലത് വരാൻ മാത്രമേ പ്രഭേയങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. സഞ്ജുവിന്റെ അമ്മുവിന്റെ വിവാഹക്കാര്യം അങ്കിൾ പറയാതെ തന്നെ അവരുടെ വിവാഹം നടന്നു കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിനോളം വലിയ മനസ്സ് വേറെ എന്തുണ്ട്? അതും ശരിയാ. അമ്മു വഞ്ചകിയല്ലെന്ന് ഒരിക്കൽ കൂടി പ്രബേട്ടന്റെ മുന്നിൽ തെളിയിച്ചു കൊടുത്തില്ലേ? അവളുടെ നിരപരാധിത്വവും ഈ കുടുംബത്തോടുള്ള സ്നേഹവും പ്രബേട്ടന് ബോധ്യമാവുകയും ചെയ്തു. ഇനിയൊരു പ്രതീക്ഷയുമില്ല. മിക്കവാറും ഉടനെ തന്നെ പ്രഭേയങ്ങളും കുടുംബം ഇവിടുന്ന് പോകും. അങ്ങനെയാണെങ്കിൽ സ്വാതിക്കൊപ്പം അമ്മുവും പോവും. അതോടെ ഈ കുടുംബത്തിന്റെ എല്ലാ സന്തോഷവും ഇല്ലാതാവും. ആരും പരസ്പരം സംസാരിക്കാതാവും. മംഗലശ്ശേരിയിൽ പിന്നീട് ഇരുട്ട് മാത്രമാവും. നീ നോക്കിക്കോ. സഞ്ജനയുടെ കാര്യം പറഞ്ഞ് ശ്രീകുട്ടി വീണ്ടും സഞ്ജുവിനെ വിടാതെ പിന്തുടരും. സഞ്ജന ഇപ്പോഴും ഇവിടെ കഴിയുന്നത് സഞ്ജുവിനെ സ്വന്തമാക്കാനാ. അതെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. സ്നേഹിച്ച പെണ്ണും താലി കെട്ടിയ പെണ്ണുമല്ല സഞ്ജുവിന് ദൈവം വിധിച്ചതെങ്കിലോ അത് മറ്റൊരു പെണ്ണാണെങ്കിൽ അത് സഞ്ജന തന്നെയായിരിക്കും. നമ്പീശ, എന്താ മോളെ? സഞ്ജന വന്നോ? മോള് വന്നല്ലോ. എന്നിട്ട് റൂമിൽ പോയോ? എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാ തോന്നുന്നേ. മുഖം വീർപ്പിച്ച കേറിപ്പോയത്. നമ്പീശൻ കാരണം എന്താന്ന് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചതാ മോളെ. പക്ഷേ മറുപടി ഒന്നും പറയാതെ ഒറ്റ പോക്കായിരുന്നു. എന്താ മോളെ? കവിത എന്നെ വിളിച്ചിരുന്നു. ആ സഞ്ജു എന്റെ മോളെ നാണം കെടുത്തി വിട്ടു. അവൻ വിളിച്ചിട്ടൊന്നുമല്ല അവള് മംഗലശ്ശേരിയിലേക്ക് പോയത്. ഞാനത് ഊഹിച്ചതല്ലേ. എന്ത് ചെയ്യാം? എന്റെ ഒരേ ഒരു മകളാ. അവൾ ഇങ്ങനെയായ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഇനി ഞാൻ ചെന്ന് വിളിച്ചാ പോലും അവള് വാതിൽ തുറക്കാൻ പോകുന്നില്ല. അല്ല, ഏതിനും മോളെയൊന്നൊന്ന് സമാധാനിപ്പിക്കേ. അവൾ ആഗ്രഹിക്കുന്ന വഴിക്കൊന്നും കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ലെന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.